നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, നിങ്ങളുടെ പിണക്കമൊക്കെ മാറിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എങ്ങ ചായയൊക്കെ കൊണ്ടുവന്നില്ലേ? ഞാനത് കുടിക്കേ. നല്ല ചായയാണോ? പിന്നെ കൊള്ളാം. ഇപ്പഴാ സമാധാനമായത്. നിങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇനി നമുക്ക് ഒരുമിച്ച് പുറത്തൊക്കെ പോവാലോ അല്ലേ? പിന്നെന്താ, പോവാലോ. ഹായ്. മഹിയേട്ടന്റെയും മാളുവിന്റെയും നിറഞ്ഞ മനസ്സോടെയുള്ള ഈ ചിരി കാണാനാ ഞാൻ എന്നും കാത്തിരുന്നത്. ഈ സന്തോഷം തന്നതിന് എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് ഗംഗേ. സീമിച്ച് ചായ കുടിച്ചായിരുന്നോ? ഞാൻ കുടിച്ചായിരുന്നോ? നീ ഇതുവരെ കുടിച്ചില്ലല്ലോ. ഇല്ല, എനിക്കങ്ങനെ രാവിലെ ചായയും കാപ്പിയൊന്നും നിർബന്ധമൊന്നുമില്ല ചേച്ചി. പിന്നെ കഴിക്കുമ്പോ ഒരു ചായ കുടിക്കാൻ ഇഷ്ടം, അത്രേ ഉള്ളൂ. അധികം ചായയും കാപ്പിയൊന്നും കുടിക്കാതിരിക്കുന്നത് തന്നെയാ നല്ലത്. സീമേ, എന്താ മാഡം? നീ ഇന്ന് മുറ്റം തൂത്തില്ലേ? ഞാൻ തൂത്തതാണല്ലോ. ആണോ? മുറ്റത്ത് ഇലകൾ നിറച്ചും വീണ് കിടപ്പുണ്ടല്ലോ. കുറച്ചു മുമ്പ് നല്ലൊരു കാറ്റടിച്ചായിരുന്നു, അപ്പൊ വീണതായിരിക്കും. ഞാൻ ഒന്നുകൂടെ തൂത്തിടാം മാഡം. ഞാൻ എന്താ ആന്റിക്ക് തരാനുള്ള ചായ എടുക്കായിരുന്നു. ഗംഗ എന്താ രാവിലെ മഹിയുടെ മുറിയിൽ നിന്ന് വരുന്ന കണ്ടല്ലോ. അത് ഞാൻ മഹിയേട്ടന് ബെഡ് കോഫി കൊടുക്കാൻ പോയതാ. അതൊന്നും പാടില്ലാത്തതല്ലേ? ബെഡ് കോഫി കൊടുക്കുന്നാലിപ്പോ എന്താ കുഴപ്പം? ദേ, ആന്റിക്ക് ഞാൻ തരുന്നില്ലേ? ഈ വീട്ടിലെ എല്ലാവർക്കും ചായയും കാപ്പിയും ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയല്ലേ മഹിയേട്ടനും കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകം അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നൊന്നും ജോത്സ്യം പറഞ്ഞിട്ടില്ലല്ലോ. ഞാനും മഹിയേട്ടനും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അടുത്ത ഒന്നായിട്ട് ജീവിക്കരുത്, അത്രല്ലേ ഉള്ളൂ. ആന്റി പേടിക്കണ്ട, ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചോളാം. ദാ ചായ. ഇവൾക്ക് എന്തോ മാറ്റമുണ്ട്. ഇത്രയും ദിവസം ഇവൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇതിന്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട്, അത് കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.